ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൻ്റെ കേരള പാഠാവലിയുടെ മോഡൽ ചോദ്യപേപ്പർ നോക്കിയാലോ. ആദ്യത്തെ പ്രവർത്തനം, കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നാലിതൾ പൂവ്. കുട്ടനൊരോമന പൊൻപനിനീർച്ചെടി മുറ്റത്തു നട്ടു നനച്ചിരുന്നു. പൊട്ടിത്തഴച്ചു തളിർത്തിളം കമ്പുകൾ മുറ്റി വളർന്നതു മൊട്ടണിഞ്ഞു. ആദ്യത്തെ മുട്ടിനു ചുണ്ടു ചോന്നില്ലവ 1000 പൂക്കൾ വിരിഞ്ഞതുള്ളിൽ. 1000 പൂക്കാലമൊപ്പമൊത്തി പാരിൽ ആദ്യത്തെ പൂവൊന്നു കൺമിഴിക്കെ. കമ്പം പിടിച്ചൊരു പൂമ്പൊലിരിക്കെന്താ രിമ്പമാ മുറ്റത്തു നൃത്തമാടാൻ. കുട്ടനാ മുറ്റത്തിളവയിൽ തന്നെ പൊട്ടിത്തരിച്ചു കിളിർത്തു നിന്നു. മൂത്തവരാരാരും ആ വഴി ചൊല്ലുകിൽ മറ്റൊരു പൂവിനെ സങ്കൽപ്പിക്കൂ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നാലിതൾ പൂവിലെ കുറച്ചു വരികൾ വായിച്ചല്ലോ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം, കുട്ടൻ മുറ്റത്ത് നട്ടു നനച്ചത് ഏത് ചെടിയായിരുന്നു? തുളസിച്ചെടി, തുമ്പച്ചെടി, പൊൻപനിനീർ ചെടി. അപ്പം ഏതായിരിക്കും മക്കളെ? പൊൻപനിനീർ ചെടി അല്ലേ? അടുത്ത ചോദ്യം, അന്ന് 1000 പൂക്കൾ വിരിഞ്ഞതുള്ളിൽ എപ്പോൾ? കമ്പുകൾ പൊട്ടിത്തഴച്ചപ്പോൾ. ആദ്യത്തെ മൊട്ടിൻ്റെ ചുണ്ട് ചുവയ്ക്കുന്നതിന് മുമ്പ് തന്നെ മുറ്റത്ത് ചെടി നട്ടപ്പോൾ. അപ്പം എന്തായിരിക്കും? ആദ്യത്തെ മൊട്ടിൻ്റെ ചുണ്ട് ചുവക്കുന്നതിന് മുമ്പ് തന്നെ അല്ലേ? അടുത്ത ചോദ്യം, എന്തൊരു ഇമ്പമാ മുറ്റത്തു നൃത്തമാടാൻ. ആർക്ക്? ചെടിക്ക്. കുട്ടന്. പൂമ്പൊലിരിക്ക്. അപ്പം എന്തായിരിക്കും? പൂമ്പുലരിക്ക്. അടുത്തത്, മുറ്റത്തിളവയിൽ തന്നെ പൊട്ടിത്തരിച്ചു കിളിർത്തു നിന്നതാരെ? പുലരി, പൊൻപനിനീർച്ചെടി, കുട്ടൻ. അപ്പം എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? കുട്ടൻ. അടുത്ത ചോദ്യം, മൂത്തവരാരെങ്കിലും ആ വഴി വന്ന് കുട്ടനെ കണ്ടാൽ എന്താണ് സങ്കല്പിക്കുക? പൊൻ നീർച്ചെടിയെന്ന്, മറ്റൊരു പൂവെന്ന്, ഇളവെയിലെന്ന്. എന്തായിരിക്കും? മറ്റൊരു പൂവെന്ന് അല്ലേ? അടുത്ത പ്രവർത്തനം, ചുറ്റിപ്പിണഞ്ഞ അമ്മയുടെ ചൂടുപറ്റി അവനുറങ്ങി. ഡാലിയമ്മൂമ്മയുടെ ചുറ്റിപ്പിണഞ്ഞ് കിടന്നുറങ്ങിയ പാമ്പിൻ കുഞ്ഞ് പിന്നീടൊരിക്കൽ അമ്മൂമ്മയെ തേടി വന്നു. എന്നാൽ അവിടെന്നും അമ്മൂമ്മയെ കണ്ടില്ല. അപ്പോൾ പാമ്പിൻ്റെ ചിന്തകൾ എന്തൊക്കെയാകാം? സങ്കല്പിച്ചെഴുതൂ. അപ്പം എന്തൊക്കെയായിരിക്കും മക്കളെ? തണുത്ത് വിറച്ച് മരിക്കാറായി കിടന്ന എനിക്ക് ചൂടും ചൂരും പകർന്ന് രക്ഷിച്ചത് അമ്മൂമ്മയാണ്. അവർ എന്നെ കൈ തളരുവോളം തടവിക്കൊണ്ടിരുന്നു. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും എല്ലാം ആ ഒരു രാത്രി അമ്മൂമ്മ പകർന്നു തന്നു. ഇവിടുന്ന് പോയെങ്കിലും എന്നെങ്കിലും അമ്മൂമ്മയെ കാണാൻ തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിനവസരം കിട്ടിയത്. വന്നപ്പോൾ അമ്മൂമ്മയുടെ വീട് ഒഴിഞ്ഞു കിടക്കുന്നു. ഇനി എവിടെ ചെന്ന് അമ്മൂമ്മയെ കണ്ടുപിടിക്കും? കിളിപ്പുഴയോട് ചോദിച്ചാൽ അറിയാമായിരിക്കും. പുഴയോട് പറയാതെ അമ്മൂമ്മ എങ്ങും പോകില്ല. അടുത്ത ചോദ്യം, ഡാലി അമ്മൂമ്മയുടെ പുരയിലേക്ക് പാമ്പിൻ കുഞ്ഞിനെ തള്ളിയിട്ടത് ആരാണ്? മീൻപിടുത്തക്കാർ, പുഴ, മഴ, കാറ്റ്. അപ്പം എന്തായിരിക്കും? പുഴ. അടുത്ത പ്രവർത്തനം, സംഭാഷണം. ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു. അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരനെ തേടി ഇറങ്ങി. എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു. എന്നെ കൂടി കൊണ്ടുപോകാമോ എന്നായി ഞാൻ. അയാൾ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. സ്കൂളിൽ ചേർന്ന ദിവസം വൈകിട്ട് വീട്ടിലെത്തിയ കുട്ടിയും അമ്മയും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എപ്രകാരമായിരിക്കാം? എഴുതൂ. അപ്പം എങ്ങനെയായിരിക്കും മക്കളെ? അമ്മ, നീ എവിടെയായിരുന്നു ഇത്ര നേരവും? കുട്ടി, അമ്മേ, ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നു. അമ്മ, പള്ളിക്കൂടത്തിലോ? കളിക്കാനാണെന്നും പറഞ്ഞല്ലേ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയത്? കുട്ടി, ശരിയാ. പക്ഷെ എൻ്റെ കൂട്ടുകാരനെയും കൊണ്ട് അവൻ്റെ അപ്പച്ചൻ സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ കൂടി കൊണ്ടുപോകാമോ എന്ന്. അവരുടെ കൂടെ ഞാനും പോയി സ്കൂളിൽ. അമ്മ, സാറന്മാരെ എന്ത് പറഞ്ഞു? കുട്ടി, അവർ ചില ചോദ്യമൊക്കെ ചോദിച്ചു. ഞാൻ അതിനൊക്കെ ഉത്തരവും പറഞ്ഞു. മിടുക്കനാണല്ലോ എന്ന് ഒരു സാറ് പറഞ്ഞു. നാളെയും പോണം. അമ്മ, ആ, പോയി പഠിക്ക്. ഇനി ഫീസിനും ഭക്ഷണത്തിനും കൂടി ഞാൻ കഷ്ടപ്പെടണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ വിഷമം. എന്നാലും നീ പഠിച്ചോ. അടുത്തത്, കുറിപ്പ് തയ്യാറാക്കുക. മാനവൻ എന്നും വഴക്കടിച്ച് കോലം കെടുത്തിയ പാര്. ഈ വരികളുടെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ജാതിയുടെയും മതത്തിൻ്റെയും പണത്തിൻ്റെയും എല്ലാം പേരിൽ പരസ്പരം പോരടിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്.
മനോഹരമാണ് നമ്മുടെ ഈ ലോകം. നാനാജാതി മതസ്ഥർ ഇവിടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമയോടെയും കഴിയുന്നു. എന്നാൽ ചിലരെങ്കിലും വഴക്കടിച്ച് ഈ ലോകത്തിന്റെ സൗന്ദര്യം നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരികൾ ഇക്കാലത്തും പ്രസക്തമാണ്. അടുത്ത പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇത്തിരി മണ്ണിൽ താനെ കിളച്ചു വിയർത്തൊരു വിത്തു പാകുമ്പോൾ, പോർത്തും മത്തടം നനയ്ക്കുമ്പോൾ പച്ചയാം രക്തം ഊറ്റിപ്പടരും. ദലച്ചാർത്തിൽ പറ്റിയ പുഴുക്കളെ പിടിച്ച് കളയുമ്പോൾ കടിഞ്ഞിൻ പൂവും കായും കാണുമ്പോഴീ നമ്മൾക്കു കരളിൽ തുടിക്കുന്നില്ലേ എന്തൊരഭിമാനം. പൊട്ടു തൊട്ടിലെന്നോളമീ മലനാട്ടിൽ കുന്നിൽ പള്ളയും കാടും വെട്ടി നിരത്തി തണ്ണീർ തേവി വയലും തോപ്പും കായ്പൂന്തോട്ടവും വിരിയിച്ച വലിയോർകളാം വീരപൂർവികരുടെ രക്തം ഉണരുന്നല്ലോ വീണ്ടും നമ്മളിന്നേരം. നാമണയുന്നല്ലോ തീരെ നമ്മൾ തൻ തറവാട്ടിൽ. ഊർവിയെ പുഷ്പിപ്പിക്കും കലപോൽ നമ്മക്കത്ര നിർവൃതികരം സർഗ വ്യാപാരമുണ്ടോ മഞ്ഞിൽ. ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന കവിതയാണിത്. കൃഷിയിടത്തിൽ മണ്ണു കിളച്ച് വിത്ത് പാകുമ്പോഴും തടം നനയ്ക്കുമ്പോഴും കിളിർത്തു വന്ന തൈയുടെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പുഴുക്കളെ പിടിച്ച് കളയുമ്പോഴും ആ ചെടി ആദ്യമായി പൂക്കുകയും പൂ കായാകുകയും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ തുടിക്കുന്ന അഭിമാനം വളരെ വലുതാണ് എന്ന് കവി പറയുന്നു. കാടും മലയും കുന്നും എല്ലാം വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കി വിത്തുപാകി മുളപ്പിച്ചും വെള്ളം തേവിയും എല്ലാമാണ് നാം കൃഷി ചെയ്തു തുടങ്ങിയത്. കതിരണിഞ്ഞ വയലും ഫലസമൃദ്ധമായ തൊടികളുമെല്ലാം നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ്. മണ്ണിനെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന മഹത്തായ കലയെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം നമ്മുടെ പൂർവികരുടെ അധ്വാനത്തെക്കുറിച്ച് അറിയാതെ ഓർത്തുപോകും. ഭൂമിയെ ഫലമണിയിക്കുന്ന കൃഷി എന്ന കല പോലെ നിർവൃതി പകരുന്ന മറ്റൊരു സർഗവ്യാപാരവും ഇല്ല എന്ന് കവി പറയുന്നു. കൃഷിയുടെ പ്രാധാന്യവും മഹത്വവുമാണ് ഈ വരികളിലുള്ളത്. അടുത്ത പ്രവർത്തനം പ്രസംഗം തയ്യാറാക്കുക. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാണ് ജലം. പക്ഷേ ജലദൗർലഭ്യം അനുദിനം രൂക്ഷമാകുകയാണിന്ന്. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനായി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിങ്ങൾ നടത്തുന്ന പ്രസംഗം എപ്രകാരമായിരിക്കും എഴുതുക. സുഹൃത്തുക്കളെ, ജലക്ഷാമം അനുദിനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ധാരാളം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും മഴ മാറുന്നതോടെ നാം ജലത്തിനായി പരക്കം പായുന്നു. മഴവെള്ള സംഭരണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അമിതമായ ജലചൂഷണവുമാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഇനിയൊരു യുദ്ധമുണ്ടായാൽ നാം ജലത്തിന് വേണ്ടിയായിരിക്കുമെന്ന മുന്നറിയിപ്പ് നാം അവഗണിച്ചുകൂടാ. മഴവെള്ളം ഒഴുകിപ്പോകാതെ പരമാവധി മണ്ണിൽ തന്നെ താഴുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണം. അതുപോലെ മഴക്കുഴികളും മഴവെള്ള സംഭരണികളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വനനശീകരണം, താഴ്ന്ന ഭൂമികൾ നികത്തൽ, മഴവെള്ളം ഒഴുക്കിക്കളയൽ, ജലമലിനീകരണം, ജലദുർവിനിയോഗം തുടങ്ങിയവയൊക്കെ നാം ഉപേക്ഷിച്ചേ മതിയാകൂ. ശുദ്ധജലം അമൂല്യമാണ്. അത് പാഴാക്കാതിരിക്കാൻ നമുക്ക് കടമയുണ്ട്. നമ്മുടെ ജലസമ്പത്തും ജലസ്രോതസ്സുകളും ഭാവി തലമുറയ്ക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധത്തോടെ ഒരു തുള്ളി ജലം പോലും നമുക്ക് പാഴാകാതിരിക്കാം. നന്ദി, നമസ്കാരം. അടുത്തത് കഥാപാത്ര പരിചയം. കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിന്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് ചെയ്തോക്കാം. നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ. നർമ്മബോധം, കൃത്യനിഷ്ഠ, സഹജീവി സ്നേഹം, ദൈവവിശ്വാസം, തെറ്റ് കണ്ടാൽ കർശന നിലപാടെടുക്കുന്ന പ്രകൃതം, ഇങ്ങനെ ഒട്ടേറെ സ്വഭാവ സവിശേഷതകൾ ഇദ്ദേഹത്തിൽ ഒത്തുചേർന്നിരിക്കുന്നു. ഉച്ചനമസ്കാരത്തിന് വീട്ടിൽ വന്ന ബാപ്പ ബഷീർ പിടിച്ചുകൊണ്ടുവന്ന് വിരിയുടെ ഇടയിൽ തൂക്കിയിട്ട നീർക്കോലിക്കുഞ്ഞ് നിലത്ത് കിടന്ന് പൊളയുന്നത് കാണുന്നു. അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം ഈ കുരുത്തക്കേട് കാണിച്ച ബഷീറിനെ വിളിച്ചു വരുത്തി. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ചൂരൽ വടി കൊണ്ട് തുടയിൽ 3 അടിയും കൊടുത്തു.
അള്ളാവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന താക്കീത് നൽകി നീർക്കോലിയെ പിടിച്ചെടുത്ത് കൊണ്ടുവിടാൻ പറയുകയും ചെയ്തു. മകൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞ് അത് തിരുത്തുകയാണ് ബാപ്പ. മാത്രമല്ല അദ്ദേഹത്തിന് സഹജീവികളോടുള്ള സ്നേഹവും ഇവിടെ പ്രകടമാണ്. നീർക്കോലിയെ കണ്ടപ്പോൾ അത് ചെയ്തതാരാണെന്ന് ഉമ്മയോട് അന്വേഷിക്കുകയാണ് ബാപ്പ ആദ്യം ചെയ്തത്. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ബാപ്പയുടെ നർമ്മബോധം പ്രകടമാണ്. കർശനക്കാരനും അതോടൊപ്പം സ്നേഹമുള്ളവനുമായ ഒരു പിതാവിനെയും ഇവിടെ കാണാം. നീർക്കോലിയെ കണ്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നീർനാഗം എന്ന ബഷീറിന്റെ മറുപടി കേട്ട് ബാപ്പ ചിരിക്കുന്നതും കഥയിലുണ്ട്. ഇങ്ങനെ കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ. അപ്പൊ നമ്മൾ ഇന്ന് കേരള പാഠാവലിയുടെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം.